ചരിത്രവും വിശ്വാസവും നിഗൂഢതകളും ഒരുപോലെ അലിഞ്ഞു ചേർന്ന ഒരു പുണ്യഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ നിധിശേഖരത്തിന്റെ കാവൽക്കാരനായി അനന്തശയനത്തിൽ ഭഗവാൻ മഹാവിഷ്ണു കുടികൊള്ളുന്ന ഇടം. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അത്ഭുത ലോകത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം ഈ കൽമണ്ഡപങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നു. സംഘകാല കൃതികളിൽ പോലും പരാമർശിക്കപ്പെട്ട ഈ മഹാക്ഷേത്രത്തിന് ഇന്നത്തെ രൂപം നൽകിയത് തിരുവിതാംകൂറിലെ ഇതിഹാസ രാജാവായ മാർത്താണ്ഡവർമ്മയാണ്. 1750-ൽ തന്റെ രാജ്യം മുഴുവൻ ഭഗവാൻ പത്മനാഭന് സമർപ്പിച്ച ആ ചരിത്രപ്രസിദ്ധമായ തൃപ്പടിദാനം. അതോടെ തിരുവിതാംകൂറിലെ രാജാക്കന്മാർ പത്മനാഭദാസന്മാരായി മാറി. അവർ ഭഗവാന്റെ ദാസന്മാരായി രാജ്യം ഭരിച്ചു. ഈ ക്ഷേത്രത്തെ ലോകപ്രശസ്തമാക്കിയത് അതിന്റെ രഹസ്യ നിലവറകളാണ്. ABCDEF എന്നിങ്ങനെ 6 പ്രധാന നിലവറകൾ. അതിൽ 5 നിലവറകൾ തുറന്നപ്പോൾ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയൊരു നിധിശേഖരമാണ് പുറത്തുവന്നത്. സ്വർണ്ണവിഗ്രഹങ്ങൾ, രത്നങ്ങൾ പതിച്ച കിരീടങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, ലക്ഷക്കണക്കിന് കോടികൾ വിലമതിക്കുന്ന അമൂല്യസമ്പത്ത്. എന്നാൽ ഇന്നുമൊരു മഹാരഹസ്യമായി അവശേഷിക്കുന്നു ആ 6ാമത്തെ നിലവറ, B നിലവറ. നാഗബന്ധനത്താൽ പൂട്ടിയിരിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ആ വാതിലിനു പിന്നിൽ എന്താണ്? ശാസ്ത്രത്തിന് പോലും വിശദീകരിക്കാൻ കഴിയാത്ത ഊർജ്ജത്തിന്റെ ഒരു ലോകമാണോ, അതോ നമ്മൾ കേട്ടതിനേക്കാൾ വലിയൊരു നിധിശേഖരമാണോ? ആരും തുറക്കാൻ ധൈര്യപ്പെടാത്ത ആ വാതിലിനു പിന്നിലെ രഹസ്യം ഇന്നും പത്മനാഭന്റെ കാൽക്കീഴിലൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഈ ക്ഷേത്രം വെറുമൊരു ആരാധനാലയം മാത്രമല്ല, ഒരു വാസ്തുവിദ്യാ വിസ്മയം കൂടിയാണ്. 100 കണക്കിന് കരിങ്കൽ തൂണുകളാൽ നിർമ്മിച്ച ആ അത്ഭുത മണ്ഡപം, ദ്രാവിഡ ശൈലിയും കേരളീയ ശൈലിയും ഒത്തുചേർന്ന് ഗംഭീരമായ ഗോപുരം, ഒറ്റക്കല്ലിൽ തീർത്ത മണ്ഡപങ്ങൾ, ഓരോ കല്ലിലും ഓരോ കഥ കൊത്തിവച്ചിരിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം അനന്തശയന രൂപത്തിലുള്ള ഭഗവാന്റെ വിഗ്രഹമാണ്. കടുശർക്കര യോഗം എന്ന പ്രത്യേക വിധിപ്രകാരം നിർമ്മിച്ച ഈ വിഗ്രഹം 3 വാതിലുകളിലൂടെ മാത്രമേ പൂർണ്ണമായി ദർശിക്കാൻ സാധിക്കൂ. ആദ്യത്തെ വാതിലിലൂടെ ഭഗവാന്റെ മുഖവും, രണ്ടാമത്തേതിലൂടെ നാഭിയിൽ നിന്ന് പുറപ്പെടുന്ന താമരയും ബ്രഹ്മാവിനെയും, 3ാമത്തേതിലൂടെ പാദങ്ങളും നമുക്ക് കാണാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു നിഗൂഢതയാണ്, ഒരു അത്ഭുതമാണ്. ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തിന്റെ പ്രതീകമാണ്. കാലമെത്ര കഴിഞ്ഞാലും ശാസ്ത്രമെത്ര വളർന്നാലും ചില രഹസ്യങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കും. പത്മനാഭന്റെ കാൽക്കീഴിൽ ഈ പുണ്യനഗരിയുടെ ഹൃദയത്തിൽ. ഇനിയും ഇതുപോലെയുള്ള യാത്രകളിൽ പങ്കുചേരാൻ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു.